the kings of football. He's the future. He's the future, he's the present and the future. Parce que quand vous dites vous jouez avec une idole, c'est quelqu'un que tout le monde aime. വർഷങ്ങൾ കുറച്ച് പുറകിലേക്ക് സഞ്ചരിക്കണം. അവിടെയാണ് പരിക്കുകൾ മുറിവേൽപ്പിക്കാത്ത നെയ്മർ യുഗമുള്ളത്. അച്ഛൻ്റെ ശ്വാസനമനുസരിച്ച് നാട് വിട്ടു പോകേണ്ടി വന്നവൻ പിന്നീട് അച്ഛൻ്റെ സ്വപ്നങ്ങളെ നിറവേറ്റുവാൻ വീണ്ടും ബ്രസീലിലേക്ക് വരുന്നത് കാൽപന്ത് കളിയുടെ സർവ്വമേഖലകളും പയറ്റി തെളിഞ്ഞവനായിട്ടാണ്. പിന്നീട് പ്രയത്നങ്ങൾക്കൊടുവിൽ ബ്രസീൽ നാഷണൽ ജേഴ്സിയിലേക്ക്. അങ്ങ് സാന്റോസിൽ ഒരു അത്ഭുത പയ്യനുണ്ട് എന്ന് മാത്രമായിരുന്നു അന്നേ വരെ ലോകം മറിഞ്ഞിരുന്നത്. എന്നാൽ അവൻ ആരാണെന്ന് തെളിയിച്ചത് 2013 കാലഘട്ടത്തിലായിരുന്നു. അതൊരിക്കലും ബാഴ്സലോണ ജേഴ്സിയിലായിരുന്നില്ല. ലോകം കീഴടക്കാൻ അവൻ യഥാർത്ഥത്തിൽ തുടങ്ങുന്നതും ആ രാത്രിയായിരുന്നു. പാരമ്പര്യങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് അന്നയാൾ അത് ലോകത്തോട് വിളിച്ചു പറയുന്നുമുണ്ട്. ജൂലൈ മാസത്തിലെ 11-ാം നാളിൽ വേൾഡ് കപ്പ് ഉയർത്തിക്കൊണ്ട് യോഹന്നാസ്ബർഗിൽ സ്പെയിൻ പട വിജയിച്ചു നിൽക്കുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ടിക്കി ടാക്ക് കൊണ്ട് പിന്നീട് വരുന്ന ഫുട്ബോൾ യുഗം ഞങ്ങളാൽ ഭരിക്കപ്പെടാൻ പോകുന്നുവെന്ന വലിയ സ്റ്റേറ്റ്മെൻറ്റ്. ക്സാവിയും ഇനിയാസ്റ്റയും ബുസ്കറ്റ്സും ഫാബ്രിക്കാസും ടോറസും പുയോളും റാമോസും പീക്കയും കസ്ലസും എല്ലാം അടങ്ങുന്ന സ്പെയിൻ കുപ്പായക്കാർക്ക് അതൊരു അനായാസ ചരിത്രമാകില്ല എന്ന് പോലും ആരാധകർ വിധി എഴുതി. അവരെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അതിനൊരാൾ ഇനിയും പിറവിയെടുക്കേണ്ടിയിരിക്കുന്നുവെന്ന് സ്പാനിഷ് ആരാധകർ മനസ്സിൽ കുറിച്ചിട്ടത്. ഫുട്ബോൾ ലോകത്തെ ആ ബോധ്യത്തിലേക്കാണ് 2013 കോൺഫെഡറേഷൻ കപ്പിൻ്റെ വേദി ഒരുങ്ങുന്നത്. അതും ബ്രസീലുകാരുടെ സ്വന്തം മണ്ണിൽ. ഒരു വർഷം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ അതേ മൈതാനത്ത് മറ്റൊരു വേൾഡ് കപ്പ് വേദിയും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെൻറ്റ് വിജയിക്കുകയാണെങ്കിൽ ആ വിശ്വാസം അവരെ ലോക കിരീടത്തിലേക്ക് പോലും നയിക്കുമായിരുന്നു. 2010 ഇതിഹാസങ്ങൾ പലരും കളത്തിനോട് വിട പറയുകയും പടിയിറങ്ങുകയും പരിക്കുകളും ഫോമൗട്ടും അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ബ്രസീൽ ടീം യുവത്വം കൊണ്ടും പുതുമുഖങ്ങൾ കൊണ്ടും പുതുതായി ഒരു തലമുറയെ നട്ടുവളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ റൊണാൾഡോയും ഡീനോയും കാക്കയും കാർലോസും റോബിനിയും ഒന്നുമില്ലാത്ത മറ്റൊരു ബ്രസീൽ രൂപം കൊള്ളുന്നുണ്ട്. സീസർ, ഡാനി ആൽവസ്, തിയാഗോ സിൽവ, ഡേവിഡ് ലൂയിസ്, മാർസലോ, ലൂക്കാസ് മോറ, ഫ്രെഡ്, ഓസ്കർ, ഡാൻഡെ, ഫിലിപ്പെ ലൂയിസ്, ഗുസ്താവോ, പോളിനോ, ഹൾക്ക്, ജോ എന്നിവരടങ്ങുന്ന പരിചയസമ്പത്തും യുവത്വവും ഉണ്ടകലർന്ന പുതിയ ജോഗോ ബൊണീറ്റ. ആ ബ്രസീലിൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നതും അനുസരിപ്പിക്കുന്നതും നയിക്കുന്നതും വെറുമൊരു 21-കാരൻ. അത് സ്പെയിനിൻ്റെ വാഴ്ച അവസാനിപ്പിക്കണമെങ്കിൽ ഒരുത്തൻ ഈ മണ്ണിൽ ഇനിയും ജന്മമെടുക്കണമെന്ന് ചിന്തിച്ചവരുടെ മുന്നിലേക്ക് 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അവൻ മൈതാനത്തേക്ക് വലങ്കാൽ വെച്ച് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് സാക്ഷാൽ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. One of the best players we have in Brazil. Neymar is one of the best players in the world. Jugador, me encanta todo el planeta de fútbol, porque es un gran jugador. The future. He's the future, he's the present and the future. Parce que quand vous dites vous jouez avec une idole, c'est quelqu'un que tout le monde aime. Vous êtes obligé de... ഫുട്ബോളിനെ മതമായി സ്വീകരിച്ചിരുന്ന നാട്ടിൽ അതിനോടകം തന്നെ ആഘോഷങ്ങൾ ആരംഭം കുറിച്ചിരുന്നു. പുതിയ സാമ്പാ നർത്തകൻ്റെ കളിയഴക് നാഷണൽ വേദിയിൽ 2011 കോപ്പയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി ആസ്വദിക്കുവാൻ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പുകളായിരുന്നു അവയെല്ലാം. അപ്പോഴേക്കും 11-ൽ നിന്നും 10-ാം നമ്പർ നക്കം ചാർത്തിയ നെയ്മർ ജേഴ്സികൾ റിയോ ഡി ജനീറോയുടെ തെരുവുകളിൽ വിറ്റ് കഴിഞ്ഞിരുന്നു. നേരിട്ടും കരിഞ്ചന്തയിലും ടിക്കറ്റുകൾ സ്വന്തമാക്കി ആരാധകർ ആ മത്സരങ്ങൾക്കായി കാത്തിരുന്നു. ആതിഥേയരായ ബ്രസീൽ ടീം ഉൾപ്പെട്ടിരുന്ന ഗ്രൂപ്പ് എയിൽ ജപ്പാനും മെക്സിക്കോയും കൂടാതെ ഇറ്റലിയും ഉണ്ടായിരുന്നു. ആ വർഷത്തെ ഏഷ്യൻ ചാമ്പ്യന്മാരായിരുന്ന ജപ്പാനുമായി ബ്രസീൽ ഏറ്റുമുട്ടുന്നതോടെ കോൺഫെഡറേഷൻ കപ്പ് 2013 അരങ്ങേറ്റം സംഭവിക്കുന്നുണ്ടായിരുന്നു. വെല്ലുവിളികൾക്കും സംശയങ്ങൾക്കും ഇട കൊടുക്കാതെ ബ്രസീൽ ടീം ഗ്രൂപ്പിലെ ആദ്യ മത്സരം അവസാനിപ്പിക്കുന്നത് എത്ര മനോഹരമായിരുന്നു. മത്സരത്തിൻ്റെ 3-ാം മിനിറ്റിൽ മാർസലോയുടെ പാസിനെ ഫ്രെഡ് ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തുകൊണ്ട് ഇറക്കി നൽകുന്നത് കാണാം. 6 യാർഡിന് വെളിയിൽ നിന്നും കളി കാണുന്നവരെ പോലും മയക്കുന്ന വിധത്തിൽ ഒരു ഗോളി ഇറക്കുന്നുണ്ട്. 4 വെളുത്ത ജേഴ്സിക്കാരെയും ഗോൾ കീപ്പർ കോഷ്മിക്ക് ഒരു അവസരം നൽകാതെയും ആ പന്ത്
പോസ്റ്റിന്റെ വലത് മുറിയിലേക്ക് ഭ്രമണം ചെയ്ത് പതിക്കുന്നത് കാണാം. 10-ാം നമ്പർ ജേഴ്സി ധരിച്ചവൻ ആരാധകരുടെ ആഴിയിലേക്ക് ഓടി അടുക്കുന്നത് കാണാമായിരുന്നു. അതെ, ഈ കഥയിൽ നെയ്മർ ഷോ അവിടെ ആരംഭിക്കുകയാണ്. ഡാനിയുടെ ക്രോസിൽ പോളിനെയും ഓസ്കാർ നീട്ടിവെക്കുന്ന പന്തിനെ ജോയും ഗോളാക്കുന്നതോടെ ജപ്പാനെ 3 ഗോളുകൾ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രസീൽ വിജയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. മറുപുറത്താകട്ടെ സ്പെയിൻ 2-1 നിലയിൽ ഉറുഗ്വേയും പരാജയപ്പെടുത്തുന്നുണ്ട്. ബ്രസീലിന് രണ്ടാമത്തെ മത്സരം മെക്സിക്കോക്കെതിരെയായിരുന്നു. നിരവധി തവണ ബ്രസീലിന് മുന്നിൽ വെല്ലുവിളി ഉയർത്തി മടങ്ങാറുള്ള മെക്സിക്കോയ്ക്ക് ഇത്തവണയും ബ്രസീലിൻ്റെ പടപ്പുറപ്പാടിനെ തടയാനാകുന്നില്ല. കാരണം അവിടെയും അവൻ്റെ കാൽ പതിഞ്ഞിരുന്നു. അത് 9-ാം മിനിറ്റിൽ ഇടംകാലിൽ നിന്നും ഒരു വോളി പിറക്കുന്നുണ്ട്. കമൻട്രി പോലും അതിനെ വർണ്ണിക്കാനാകാതെ വാക്കുകൾ പരതുന്നുണ്ട്. മെക്സിക്കൻ സ്വപ്നങ്ങളെ അപ്പാടെ മാച്ചു കളയുന്ന നെയ്മർ എന്ന മാന്ത്രികൻ അവതരിക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ അന്ത്യത്തിൽ മെക്സിക്കൻ തിരമാലകളെ അപ്പാടെ കീറിമുറിച്ച് ജോയിലേക്ക് തട്ടിയിടാൻ പാകത്തിന് വെച്ച് നീട്ടുന്ന ആ പാസിനെ എങ്ങനെ എഴുതണം അറിയില്ല. നിങ്ങളത് കൺകുളുക്കെ കണ്ട് ആസ്വദിക്കണം. By the most glorious assist from Neymar. This is becoming, make no bones about it, Neymar's competition. ഗ്രൂപ്പിലെ 3-ാമത്തേതും അവസാനത്തേതുമായ മത്സരം, അതും ഡിറോസിയും ബലോട്ടലിയും കിലിനിയും ബനൂച്ചിയും ബുഫണുമെല്ലാം അടങ്ങുന്ന ഡിഫൻസിന് പേരുകെട്ട ഇറ്റാലിയൻ വമ്പന്മാർക്കെതിരെ. പക്ഷേ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ മുന്നിൽ വരുന്നതിനെല്ലാം മുകളിൽ നാശം വിതയ്ക്കുവാൻ മാത്രം പഠിപ്പിച്ചു തന്ന ചേട്ടന്മാരുടെ പിൻതലമുറക്കാർക്ക് എന്ത് ഇറ്റാലിയൻ. 45-ാം മിനിറ്റിൽ ഡാൻഡിയുടെ ഗോളിന് ചാക്രീനിയുടെ മറുപടി. മത്സരം സമനിലയിലേക്ക്. മാച്ച് ക്ലോക്കിലെ മിനിറ്റ് സൂചി 4 വട്ടം കറങ്ങിത്തിരിഞ്ഞു. ആ സൂചികയിൽ കാൽപന്തിനെ മനം കൊണ്ട് നിയന്ത്രിക്കുന്നവൻ ഇറ്റാലിയൻ ആരാധകരുടെ ഇടനെഞ്ചിലേക്ക് ഒരു കനൽ കോരിയിടുന്നുണ്ട്. അന്തരീക്ഷ ഭ്രമണത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഏതോ ചാലിലേക്ക് ആ പന്തിനെ വലങ്കാൽ കൊണ്ട് പായിപ്പിച്ച് ബുഫണിൻ്റെ നിയന്ത്രണ രേഖയെ മറികടക്കുന്നത് വെറും നിസ്സാരമായിട്ടല്ല, എണ്ണം പറഞ്ഞ് വിലയിടാവുന്ന സൂപ്പർമസി ഫ്രീ കിക്ക് കൊണ്ടാണ്. 66-ാം മിനിറ്റിലും 89-ാം മിനിറ്റിലും ഫ്രെഡ് ഓരോ തവണയും നിറയൊഴിക്കുമ്പോഴും 71-ാം മിനിറ്റിൽ ഇറ്റലിക്ക് വേണ്ടി കിലിനി അതിനിടയിൽ ഒരു ഗോൾ മടക്കുന്നുണ്ട്. പക്ഷേ ഒടുവിൽ ബുഫണും സംഘവും 4-2 എന്ന മാർജിനിൽ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തേക്ക് വീണു പോകുന്നത് കാണാം. മറുപുറത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ സെമി ഫൈനലിൽ. സെമി ഫൈനലാകട്ടെ എതിരാളികൾ ഫോർലാനും കവാനിയും സുവാരസുമെല്ലാം അടങ്ങുന്ന ഉറുഗ്വേൻ പട. കഴിഞ്ഞ 2011 കോപ്പ അമേരിക്ക നേടിയ ആത്മവിശ്വാസത്തോടെ തന്നെയായിരുന്നു ഉറുഗ്വേ കോൺഫെഡറേഷൻ കപ്പിലേക്ക് ബൂട്ടുകെട്ടി തയ്യാറെടുത്തത്. അതുകൊണ്ട് തന്നെ തോറ്റുകൊടുക്കുവാൻ അവർക്കും മനസ്സില്ലായിരുന്നു. കടുത്ത പോരാട്ടം നടന്ന ആദ്യ പകുതി. എന്നാൽ ഉറുഗ്വേൻ ഡിഫൻസിനെയും ഗോൾ കീപ്പറേയും എല്ലാം അപ്പാടെ തീർത്ത് കളയുന്ന ഒരു നെയ്മർ നിമിഷമുണ്ട്. അത് മതിയായിരുന്നു ഉറുഗ്വേയുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയുവാൻ. മാച്ച് ക്ലോക്ക് 41-ാം മിനിറ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഫ്രെഡിന് ആ പാസിനെ ഗോളാക്കി അടിക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ഒരു 21-കാരൻ ഉറുഗ്വേയുടെ തറവാട്ടിൽ കയറി ആ അടിക്ക് അവസരമൊരുക്കുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. രണ്ടാം പകുതിയുടെ 48-ാം മിനിറ്റിൽ ബ്രസീലിന്റെ ഡിഫൻസിന്റെ പിഴവ് പിടിച്ചെടുത്തുകൊണ്ട് കവാനി ഉറുഗ്വേയെ ഒപ്പം എത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് അവർ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ 86-ാം മിനിറ്റിൽ ബ്രസീലിൻ്റെ കോർണർ പൊളിനയുടെ തലയ്ക്ക് പാകത്തിന്, പിന്നീട് ഉറുഗ്വേയുടെ ഗോൾ പോസ്റ്റിലേക്ക്. 57,000-ലധികം കാണികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ എസ്റ്റാഡിയോ മെനീരയുടെ ഗാലറിയിൽ ബ്രസീൽ ആരാധകർ പൊട്ടിത്തെറിക്കുന്നത് കാണാം. മാച്ച് റഫറി എൻട്രിക്കോട് അവസാന വിസിലോടെ തന്നെ 2013 കോൺഫെഡറേഷൻ കപ്പിൻ്റെ ഫൈനലിലേക്ക് ബ്രസീലിനുള്ള വാതിൽ തുറക്കുന്നുണ്ട്. അത്
നെയ്മർ ബ്രസീലിനെ ഫൈനൽ വേദിയിലേക്ക് ആനയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് യഥാർത്ഥ കഥ. Brazil are coming home to you for the third time in a row, for the fifth time ever. മറുപുറത്ത് കാളക്കൂറ്റന്മാരുടെ നാട്ടുകാർ ഒരുക്കം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. കസിയാസും പിൽക്കയും റാമോസും ജോഡി ആൽബയും ബുസ്കറ്റ്സും സാബിയും മിന്നാസ്റ്റിയും പെഡ്രോയും ടോറസും അടങ്ങുന്ന അജയരുടെ സ്പാനിഷ് പട റിയോ ഡി ജനീരിയിൽ ഫൈനൽ മത്സരത്തിനായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. മറുവശത്താകട്ടെ സീസറും ഡാനി ആൽവസും തിയാഗോ സിൽവയും ഡേവിഡ് ലൂയിസും മാർസോലയും പോളിനെയും ഗുസ്താവയും ഓസ്കറും ഹൾക്കും ഫ്രെഡും നെയ്മറും അടങ്ങുന്ന മഞ്ഞപ്പട. അതെ, ഇതൊരു ചരിത്രാംഗമാകും. സ്പെയിനാണ് മറക്കാനയിൽ വാഴുന്നതെങ്കിൽ ചരിത്രാവർത്തനത്തിൻ്റെ കഥ ഈ ഫുട്ബോൾ ലോകത്ത് വീണ്ടും വീണ്ടും മലയടിക്കും. മറിച്ചാണെങ്കിലോ സ്പാനിഷ് യുഗം ഇവിടെ ഇന്ന് മറക്കാനയിൽ അവസാനിക്കും. It is the hosts against the world champions. No more thrilling prospect in international football than Brazil versus Spain. No more glittering arena than the Maracanã, Rio. അങ്ങനെ ആ മത്സരം റിയോ ഡി ജനീരിയിൽ 73,000 വരുന്ന കാണികളെ സാക്ഷിയാക്കി ആരംഭിക്കുന്നുണ്ട്. നെതർലാൻഡ് റഫറി ബോൺ കുപ്പേഴ്സിൻ്റെ വിസിൽ മുഴങ്ങി മിനിറ്റ് സൂചി 2-ാം മിനിറ്റിലേക്ക് സഞ്ചാരപഥം പൂർത്തിയാക്കും മുൻപ് തന്നെ ഫ്രെഡ് സ്പാനിഷ് പ്രതീക്ഷയുടെ മുകളിൽ ആദ്യ വെടി പൊട്ടിക്കുന്നു. സ്പാനിഷ് ബോക്സിലേക്ക് ഉയർന്നു വന്ന ബ്രസീൽ ക്രോസ് സൃഷ്ടിക്കുന്ന കൊളൂഷനൊടുവിൽ നെയ്മറിന്റെ ദേഹത്ത് തട്ടുന്നുണ്ട്. തുടർന്ന് ഡിഫ്ലക്റ്റ് ആകുന്ന പന്തിനെ ഫ്രെഡ് വീണ് കിടന്നുകൊണ്ട് ഗോളിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. ഒരു നിമിഷം കസിയാസും കൂട്ടരും നിശ്ചലമായി പോയ നിമിഷം. റിയോ ഡി ജനീരിയിലെ ഇളകിമറിയുന്ന മഞ്ഞക്കടൽ ആരവങ്ങളിലേക്ക് ബ്രസീലും സംഘവും ഓടിക്കയറുന്നതാണ്. ബ്രസീൽ ആരാധകർ അവരുടെ പേരുയർച്ച് പൊട്ടിത്തെറിക്കുന്നതാണ്. ശേഷം സ്പെയിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. മധ്യനിരയിൽ കളിമനഞ്ഞുകൊണ്ട് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് പരിധി ഉണ്ടായിരുന്നില്ല. പക്ഷേ സർവ്വതും നിയന്ത്രണത്തിലാക്കിയ സ്പാനിയോളിന് പക്ഷേ എതിർ ടീമിലെ 10-ാം നമ്പറുകാരൻ നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ കാലുകളെ പിടിച്ചു കെട്ടുവാൻ അണിയറയിലും കളിക്കകത്തും സ്പെയിന് പുതിയ പദ്ധതികൾ തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നിരുന്നു. എങ്കിലും ആ പദ്ധതികളെയെല്ലാം പലവട്ടം കീറി മുറിച്ചെറിയുന്നുണ്ട് അയാൾ. ആക്രമണവും പ്രത്യാക്രമണവും കണ്ട ആ നിലത്തിൽ പച്ചപ്പുല്ലുകൾക്ക് തീ പിടിക്കുന്നുണ്ടായിരുന്നു. മറക്കാനുള്ള അന്തരീക്ഷത്തിലും ആ ചൂടിൻ്റെ ഊഷ്മാവ് തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഫുട്ബോളിൽ പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. തങ്ങളുടെ കളി കൊണ്ട്, മികവ് കൊണ്ട് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കുമെന്ന മികച്ചവരുടെ വിശ്വാസ പ്രമാണങ്ങൾ തകർന്നടിയുന്ന കാഴ്ചകൾ അതന്ന് റിയോ ഡി ജനീരിയിലും സംഭവിക്കുന്നുണ്ട്. സ്പാനിഷിൻ്റെ 6 യാർഡിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരുന്ന ബ്രസീലിൻ്റെ മുന്നേറ്റക്കാരുടെ കാലിനിടയിൽ കുരുത്തിരുന്ന അഡിഡാസ് കഫൂസ പന്ത് ബോക്സിൻ്റെ ഇടത് സൈഡിൽ വെയിറ്റ് ചെയ്തിരുന്ന നെയ്മറിൻ്റെ ഇടതുകാലിലേക്ക് നിയോഗം പോലെ വന്നു ചേരുന്നുണ്ട്. പിന്നീട് ഇരകളെ ഉന്നം വെച്ച് തീർക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ തോക്കിൽ നിന്ന് മുതിർക്കുന്ന വെടികൊണ്ട കണക്കെ അയാൾ ആ പന്തിനെ ഇടംകാലുകൊണ്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ആ ഗോൾ ചെന്ന് പതിക്കുന്നത് സ്പെയിൻ്റെ ആരാധകരുടെ ആഘോഷങ്ങൾക്കും പ്രതീക്ഷകൾക്കും നടുവിലേക്കായിരുന്നു. കസിയാസ് കരിയറിൽ അന്നോളം ആർജിച്ച ആത്മവിശ്വാസത്തിൻ്റെ അന്ത്യത്തിലേക്കായിരുന്നു. അതുവരെ ഫുട്ബോൾ ലോകം കാൽ കീഴിൽ വെച്ച് ഭരിച്ചിരുന്നവർക്ക് മുന്നിൽ, അടുത്ത കാലത്തൊന്നും പരാജയഭയം എന്താണെന്ന് അറിയാത്തവർക്ക് മുന്നിൽ ഒരു 21-കാരൻ അവതരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അവശേഷിച്ച ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും നിഷ്ഠൂരം മരണത്തിലേക്ക് അയക്കുന്നു. വിജയങ്ങൾ മാത്രം കണി കണ്ടുണർന്നിരുന്ന സ്പാനിഷ് ആരാധകർക്ക് മുന്നിൽ, സ്പാനിയോളിന് മുന്നിൽ അവരുടെ യഥാർത്ഥ മരണദൈവത്തിൻ്റെ നാമം റിയോ ഡി ജനീരിയുടെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. ബൗണ്ടറി പലകൾക്കപ്പുറം മഞ്ഞക്കടൽ കണക്കെ ഇളകി മറയുന്ന ബ്രസീൽ ആരാധകരുടെ ആരവങ്ങൾക്കിടയിലേക്ക് അതിൻ്റെ കാരണക്കാരനായവൻ ഓടി അടുക്കുന്ന കാഴ്ചയുണ്ട്. ദെൻ
ജസ്റ്റ് എൻജോയ് ദ കമന്ററി. He is fabulous. There's no stopping that. Neymar's competition. മത്സരത്തിന്റെ 48-ാം മിനിറ്റിൽ നെയ്മറിന്റെ ബാക്ക് ഫ്ലിപ്പിൽ ഫ്രെഡ് കഥയുടെ വിധി എഴുതുമ്പോൾ സ്പാനിഷ് ഇതിഹാസങ്ങളും ചരിത്രങ്ങളുമെല്ലാം കെട്ടുകഥയെന്നോണം പരിഹാസമാകുന്നുണ്ട്. അജയരുടെ ചരിത്രങ്ങളെല്ലാം മറവിയിലേക്ക് യാത്രയാകുന്നു. തീർത്തും തീർപ്പ് കൽപ്പിക്കുവാൻ ഇടനിലക്കാരനായി നിന്നും നെയ്മർ സ്പാനികളുടെ കഥ കൽപ്പിക്കുമ്പോൾ അവരുടെ കണ്ണീർ വീണ് അതിനോടകം തന്നെ ആ സ്റ്റേഡിയം നനഞ്ഞു കഴിഞ്ഞിരുന്നു. രണ്ടാം പകുതിയിൽ തിരിച്ചു വരാൻ സ്പെയിൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതേ ടിക്കിടാക്ക് കൊണ്ട് ബ്രസീൽ സ്പെയിനെ തളർത്തുന്ന ചില കാഴ്ചകളുണ്ടായിരുന്നു. കൂടാതെ അയാളുടെ ഷോബൂട്ടുകൾ സ്പെയിൻ താരങ്ങളുടെ രോമങ്ങൾക്കിടയിൽ വറ്റാത്ത വിയർപ്പ് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. 10-ൽ കൂടുതൽ തവണ അവർക്ക് അയാളെ ഫൗൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അയാളുടെ സ്കില്ലുകളിൽപ്പെട്ട് ആടി ഉലയേണ്ടി വരുന്നുണ്ട്. സാമ്പാ നൃത്തത്തിൽ തളർന്നു വീഴേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒടുവിലെ അന്ത്യത്തിൽ സ്പെയിൻ്റെ രക്തം പൊടിഞ്ഞു വീണ റിയോ ഡി ജനീറിയിൽ ബ്രസീൽ വിജയിക്കുന്നുണ്ട്. അജയരുടെ കഥ പാടി വന്നവർ നെയ്മർ എന്ന ഒരു 21-കാരൻ യുവത്വത്തിൻ്റെ മുന്നിൽ അവസാനിക്കുന്നു. ചുട്ടുപൊള്ളുന്ന അയാളുടെ ആത്മപീഡയിൽ സ്പെയിൻ ആരാധകർ അയാളെ ദർശിക്കുന്നുണ്ട്. അത് ഞങ്ങളെ തീർക്കാൻ ഒരുവൻ ഭാവിയിൽ അവതരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇന്നിതാ അവൻ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് അവൻ അവരുടെ സ്വപ്നങ്ങളെ നിറവേറ്റാൻ വന്നവനാണ്. അവരുടെ ജോഗോ ബൊണിറ്റയ്ക്ക് പുനർജന്മം സമ്മാനിച്ചവരാണ്. ചരിത്രം തിരുത്തുവാൻ അവതരിച്ചവരാണ്. തണുത്തുറച്ച റിയോ ഡി ജനീറിയിലെ അന്തരീക്ഷം അയാളുടെ ചൂടേറ്റ് ഉരുകിയൊലിക്കുന്നത് കാണാം. അയാളിലെ പ്രഹരമേറ്റ് പൊഴിയുന്ന ഊഷ്മാവ് ഓരോ സ്പെയിൻ കളിക്കാരനെയും ആരാധകൻ്റെയും ദേഹമാസനം വിയർപ്പ് ഒഴുക്കുന്നുണ്ട്. പീക്കയും ഇനിയാസ്റ്റിയും മരയ്ക്ക് കൈകൊടുത്തുകൊണ്ട് ആ നിമിഷത്തെ നിസ്സഹരായി നോക്കി നിൽക്കുന്നുണ്ട്. സ്പാനിഷ് ആരാധകരുടെ ഹൃദയമെടുപ്പ് മരവിക്കുന്നുണ്ട്. എണ്ണം പറഞ്ഞ സ്പെയിൻ്റെ പ്രതിരോധ കോട്ടയിലെ പ്രതിരോധക്കാർ അതിൻ്റെ തരിപ്പിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. അതെ, ഒരു 21-കാരൻ പയ്യൻ തങ്ങളുടെ കഥ കഴിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സ്പെയിൻ വേദനയോടെ ഒന്ന് മനസ്സിലാക്കുകയാണ്. മറക്കാനെങ്കിൽ ബ്രസീൽ കിരീടമണിയുമ്പോൾ 4 ഗോളുകളും 3 അസിസ്റ്റും നേടിക്കൊണ്ട് ആ ടൂർണമെൻറ്റിലെ മികച്ച താരത്തിലുള്ള ഗോൾഡുമ്പോൾ അയാൾ സ്വന്തമാക്കുന്നുണ്ട്. ഇനിയാസ്റ്റും സാവിയും ബുസ്കറ്റുമെല്ലാം നടനമാടുന്ന നിറഞ്ഞാടുന്ന കാലഘട്ടത്തിലാണ് ഈ മഹത്തരമായ നേട്ടമെന്ന് ഓർക്കേണ്ടതുണ്ട്. നെയ്മർ ആരാണെന്നും എന്താണെന്നും ചോദിക്കുന്നവർ ആ യുഗത്തിലേക്ക് ചുമ്മാ ചെന്നൊന്ന് കയറിക്കൊടുക്കണം. ഇന്നും പലരുടെയും ഉറക്കം കളയുന്ന നിരങ്ങൾ സമ്മാനിച്ച ഒരു നെയ്മർ യുഗം അവിടെ നടനമാടുന്നത് കാണാം. ആ ബ്രസീൽ കൂട്ടം പുതിയ ചരിത്രം കെട്ടിപ്പൊക്കുമെന്നതിൽ ആർക്കുമെന്ന് സംശയമുണ്ടായിരുന്നില്ല. മുന്നിൽ അയാളുണ്ടെങ്കിൽ പിന്നെ സർവ്വസീമകളെയും ലംഘിച്ച് സർവ്വനിയമങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് ലോക ഫുട്ബോളിനെ ബ്രസീലിന് ചുറ്റും മാത്രമായി ഭ്രമണം ചെയ്യിക്കുവാൻ അയാൾക്കും ആ സംഘത്തിനും കഴിയുമായിരുന്നു. ഡിനോയും കക്കയും റോബിനെയുമെല്ലാം ബാക്കി വെച്ച ആ സ്ഥലത്തു നിന്നും ഒരു പയ്യൻ തുടങ്ങി വെച്ചത് ഒരു ചെറിയ വിപ്ലവമായിരുന്നില്ല. ആ കഥ പിന്നീടുള്ള കാലങ്ങളിൽ പലരുടെയും ഉറക്കം കളയുകയും ചരിത്രങ്ങൾ തിരുത്തുകയും ഇതിഹാസങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുവാൻ ശേഷിയുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യം അയാളുടെ നിയോഗത്തിൻ്റെ നട്ടെല്ലൊടിക്കുകയായിരുന്നു. 2014 വേൾഡ് കപ്പിൽ നെയ്മർ അവസാനിക്കുന്ന ചിത്രം വരെ കാര്യങ്ങൾ ബ്രസീലിനൊപ്പം തന്നെയായിരുന്നു. ബ്രസീലിനെതിരെ ഒരു മത്സരം വിജയിക്കുക എന്നത് എതിരാളിയെ അപേക്ഷിച്ച് വളരെ പ്രയാസവുമായിരുന്നു. ജർമ്മനിക്ക് മുന്നിലൊടുവിൽ സ്വന്തം രാജ്യത്ത് 7 എണ്ണം കിട്ടിക്കൊണ്ട് നാണം കെട്ട് മടങ്ങുമ്പോൾ ഓരോ ആരാധകൻ്റെ മനസ്സിലും ആ ചിന്ത മാത്രമായിരുന്നു മന്ത്രിച്ചത്. അതെ, അവനുണ്ടായിരുന്നുവെങ്കിലെന്ന്. ഇന്ന് പലരും അതിനെ പരിഹസിക്കുന്നത് കാണാം. പക്ഷേ അതായിരുന്നു യാഥാർത്ഥ്യം. കാരണം ജോക്കിലുമിൻ്റെ ജർമ്മൻ പദ്ധതികളെപ്പോലും കീറിമുറിച്ചെറിയുവാൻ ശേഷിയുള്ള കാലുകൾക്കുടമയായിരുന്നു നെയ്മർ. കൊളംബിയൻ ക്രൂരതയ്ക്ക് ശേഷം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തിരിച്ചു വന്ന ഓരോ വേദികളിലെല്ലാം നിസ്സഹനായി നിൽക്കേണ്ടി വന്ന ഓരോ നെയ്മർ കാഴ്ചകളിലും ആ കഥ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. നിരായുധനായി അയാൾക്ക് നിൽക്കേണ്ടി വന്ന ആ ഓർമ്മകളെ അയാളും നിരന്തരം പഴിക്കുന്നുണ്ടാകണം. പിന്നീടും ബ്രസീൽ മണ്ണ് പല ഇതിഹാസങ്ങൾക്കും ജന്മം നൽകി. പക്ഷേ അവരിലൊന്നും മറ്റൊരു ഗരീജിയോ
പെലയോ റൊണാൾഡോയോ റിവാൾഡോയോ ഡീനോയോ കക്കയോ എന്തിന് മറ്റു നെയ്മർ പോലും പിന്നീട് പിറവി കൊണ്ടില്ല. ആ പാരമ്പര്യത്തിൻ്റെ അവസാന കണ്ണിയായി അയാൾ മാത്രം ഒതുങ്ങുകയാണ്. നെയ്മറില്ലാത്ത ബ്രസീൽ യുഗത്തിന് പുതിയൊരു തറക്കല്ലിടുവാൻ സാധിക്കുമോ എന്ന് പോലും ഇന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ പരിക്കിൽ കുതിർന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്ന അയാളിൽ മാത്രം വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് ബ്രസീൽ ജനതയും അവരുടെ ആരാധകരും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു വട്ടം കൂടി അയാൾക്ക് ശ്രമിച്ചേ മതിയാകൂ. ഈ ആധുനിക ഫുട്ബോൾ യുഗത്തിൽ ആ പഴയ നെയ്മർ ഒരിക്കൽ കൂടി പുനർജനിച്ചേ മതിയാകൂ. റൊണാൾഡോയും മെസ്സിയുമെല്ലാം മടക്കി വാഴുന്ന യുഗത്തിൽ അയാൾക്കായി ഒരു മേൽവ്യാസം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ചെങ്കോലോ കിരീടമോ അത്യാവശ്യമാണ്. പഴയ നെയ്മർ എന്നത് സ്വപ്നമാണെന്ന് തലച്ചോറിനറിയാം. എങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഹൃദയം വെട്ടി ഞങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും തലയുയർത്തി നിൽക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്കും അപ്പുറം മക്കളോടും എൻ്റെ കൊച്ചുമക്കളോടും എനിക്കത് പറയാനാകണം. വിധി തകർത്ത കാലുകൊണ്ട് ലോകം കീഴടക്കിയ ആ സുൽത്താൻ്റെ കഥ, എൻ്റെ നെയ്മർ ജൂനിയറിൻ്റെ കഥ. One of the kings of football, and he made that decision to leave Barcelona, go to Paris Saint-Germain, to be the number one in the world. C'est pas le top 5 mondial, Neymar, c'est le top 3 avec Ronaldo, avec Messi. He will win. He's a winner, and I enjoy see him playing. Un jugador como él es único y podría jugar donde él quisiera. No doubt that he's one of the best players we have in Brazil. Neymar is one of the best players in the world. El jugador encanta todo, toda la planeta de fútbol, porque es un gran jugador.